എന്തോട് മോനെ? How was the movie? Did you enjoy it? Yeah, but I didn't watch it. Why? Because you're under 18. Like, it was so funny. I had such a fun time editing with it. At least I didn't get killed on my birthday. Yeah, right. You got killed on the after the birthday. Okay, right. ആ സീൻ എടുക്കുമ്പോൾ അടുത്ത ദിവസമായിരുന്നു എന്റെ ബർത്ത്ഡേ. അപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു, ഒന്നിലും നിന്റെ ബർത്ത്ഡേ അന്ന് നിന്നെ കൊന്നില്ലല്ലോ എന്ന് പറയുക. അമ്മ പറഞ്ഞിരുന്നു, ഗ്യാസ് സിലിണ്ടർ സീൻ കണ്ടപ്പോഴൊക്കെ അതുപോലെ പറഞ്ഞു, എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയി, അതൊക്കെ എന്തിനു ചെയ്യാൻ പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് സീൻ, ഇതാണ്, നീ ഗ്യാസ് കുറ്റി ഉണ്ടാവും, കൊച്ചുണ്ടാവും, ഇവനെ ഇങ്ങനെ കൊല്ലണം. ഞാൻ എന്റേതായ രീതിയിൽ ചെയ്തൊരു സംഭവം കണ്ടേക്കുന്നത്. ഒറ്റയടിക്ക് തീർക്കാന്നുള്ളതിനെ 3-4 വട്ടം ഒരാളെ കൊല്ലാനാണ് ചിലപ്പോൾ തോക്കത്തോട് വെച്ച് വന്നാൽ മതി. ആ ക്യാരക്ടറിന് ഒരാളെ കൊല്ലുമ്പോൾ വെറുതെ കൊല്ലാതെ അതിനെ വേദനിപ്പിച്ച് ആ മറ്റുള്ള ആ ഒരു ഇതിൽ ഉണ്ടാകുന്ന വേദനയെ അത് ആസ്വദിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ. ഒരു കുട്ടീനെ എടുത്ത് ഗ്യാസ് കുറ്റി വെച്ച് അടിക്കുന്നതിനെ പറ്റി കുറെ ട്രോളൊക്കെ വന്നു. ഇവര് തമ്മിലൊരു ഗ്യാസ് സിലിണ്ടർ ബന്ധമാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കണ്ടായിരുന്നു, ട്രോളൊക്കെ കണ്ടായിരുന്നു. ഞാൻ എല്ലാം കാണാറുണ്ട്, എല്ലാ കമന്റ്സും വായിക്കാറുണ്ട്, എല്ലാ വരുന്ന മെസ്സേജസ് എല്ലാം വായിക്കാറുണ്ട്, എല്ലാം വായിക്കാറുണ്ട്. എല്ലാം റിപ്ലൈ എടുക്കാൻ പറ്റത്തില്ല, അതുപോലെ മെസ്സേജസ് ആണ് ആളുകൾ എനിക്ക്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അയച്ചു തരുന്നത്. ചേട്ടന് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടോ? റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കണ്ട. ആറ് കഴിച്ചു കൊടുക്കുന്നു. ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഉണ്ട്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പലരും പറയുന്നത് തിലകൻ സാറിന്റെ ആത്മാവ് തന്നെയാണ് ചേട്ടനെന്ന്. അല്ല, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ അപ്പൂപ്പന്റെ അഭിനയമായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത്. കാരണം അവർ ആ ലെവലില് അത്രയും വർഷം കൊണ്ട് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ലെവൽ 1 ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതിനെ അതിൻ്റെതായ രീതിയിൽ കാണണം, അല്ലാതെ ആദ്യമേ വന്ന് ക്രിട്ടിസൈസ് ചെയ്ത് ഇതാക്കരുത്. തിലകൻ സാറ് ആബിച്ചേട്ടനെ എന്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്? അച്ഛൻ എനിക്ക് ഇട്ടത് നിക്നെയിമായിട്ട് വീട്ടിൽ വിളിക്കുന്ന പേരായിട്ട് കേശു എന്നായിരുന്നു വിളിച്ചത്. അച്ചാച്ചൻ എന്റെ സിനിമ കാണാനുണ്ടായിരുന്നു. തീർച്ചയായും അച്ഛനോട് അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അഫ്കോഴ്സ് പേടിയുണ്ട്, എന്നാലും പുള്ളി കൊണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് ആ ഫാമിലിയിൽ നിന്ന് ഒരു പുലിക്കുട്ടി ഇറക്കിയിട്ടുണ്ടെന്ന്. അതൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാ തോന്നുന്നത്? സന്തോഷാണല്ലേ? അവരെ ഞാൻ കാരണം അവർക്ക് നാണക്കേടുണ്ടായില്ലല്ലോ, ഞാൻ അത് മാത്രമേ ഉള്ളൂ. ചേട്ടന് ബാക്ക് ബോൺ എന്ന് പറയുന്ന അമ്മയാണ്. എന്നെ പുഷ് ചെയ്ത്, എല്ലാത്തിലും പുഷ് ചെയ്ത്, ഡയറ്റ്, അതിലൊക്കെ അമ്മയാണ് എന്നെ കൂടുതലും ഫോഴ്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ പലപ്പോഴും രാത്രി ഉറങ്ങും, താമസിച്ചുറങ്ങും, വന്നിട്ട് വഴക്ക് പറയും, അത്രയും ഉറങ്ങും, ഒരാൾ ജിമ്മുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ അതൊക്കെ അമ്മ തന്നെയാണ്. രസമായിരുന്നു, അതിനോട് നല്ല വഴക്കും അടിയിടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും ഈ എന്നെ കണ്ടൊരു ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അമ്മ തന്നെയാണ് അതിന്റെ പിന്നില്. ചേട്ടന് ഒരു ചെറിയ സർപ്രൈസ് തരട്ടെ? ഹലോ സാർ, ഞാൻ ചേട്ടൻ്റെ കൊടുക്കാതെ. ഹലോ അച്ഛൻ. അഭിചേട്ടൻ പറയുന്നത് സാറിന്റെ അത്ര എത്തിയിട്ടില്ല എന്നാ. സാറിനത് കണ്ടപ്പോ എന്ത് തോന്നി? എന്റെ ഒരു പുറത്തൊരു ഡയലോഗ് തന്നെ അതിന് നല്ല ഇതാണ്. ബലരാമൻ എന്നൊരു ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും അപ്പുറം ഈ പ്ലാനറ്റിൽ മുഴുവനുള്ള നെറുകരവും കാണിച്ചിട്ടുണ്ട്. ഞാൻ നല്ല കുട്ടിയാണ്. കേട്ടോ, നല്ല കുട്ടിയാണ്. ചേട്ടൻ ഈ ഒരു അവസരം വരുന്നതിന് മുമ്പ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഒന്ന് സിനിമയിൽ കയറ്റൂ, എനിക്ക് സിനിമയിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ സിനിമയിൽ കയറണം എന്ന് പോയി അവസരം ചോദിച്ചു എങ്ങും ചോദിച്ചിട്ടും ഇല്ല. അച്ഛനോടും ഞാൻ പറഞ്ഞിട്ടില്ല, അച്ഛനും ആരോടും അങ്ങനെ ചോദിച്ചിട്ടും ഇല്ല. എന്റെ മകനുണ്ട് പടത്തിൽ കയറണം എന്നൊന്നും അച്ഛനും പറഞ്ഞിട്ടില്ല. അച്ഛനിങ്ങനെ വേറൊരാളത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവന് കഴിവുണ്ടെ അവൻ കയറട്ടെ. മലയാളത്തിലെ തന്നെ KGF, ആനിമൽ കില്ലിനെ എല്ലാം മാറ്റി നിർത്തിയ മോസ്റ്റ് വയലന്റ് ഫിലിം ഇതാണ്, മാർക്കം. ആ ഒരു വലിയൊരു പ്രോജക്റ്റിൽ ഇത്രയും ഒരു സക്സസ്ഫുൾ ആയതിൽ ഒരു ഭാഗമായതിൽ തീർച്ചയായും എനിക്ക് സന്തോഷമുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ തന്നെ ഉണ്ണിച്ചേട്ടൻ ഒരാളുടെ തലയായിട്ട് വരുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഞാനൊരു തല കണ്ടു എന്നുള്ളതല്ലാതെ ആരുടെ തലയാണെന്ന് ഞാൻ ചോദിക്കാൻ പോയില്ല. ആരുടെ തലയായിരിക്കാം. റിയാസ് ഖാൻ അതിലുണ്ടായിരുന്നു. റിയാസ് ഖാൻ കണ്ടു, ഒന്ന് പരിചയപ്പെട്ടു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനോടൊപ്പം പരിചയപ്പെട്ടു. അച്ഛൻ്റെ നല്ലൊരു സുഹൃത്ത്. കണ്ടപ്പോൾ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രേക്ഷകർ ഒന്നടക്കം പറയുന്നത് അത് റിയാസ് ഖാന്റെ തലയാണ്. ട്രോൾ ഉണ്ടായിരുന്നു, ഉണ്ണിമുകുന്ദനെ അയ്യപ്പനായിട്ട് കാണാൻ ചെന്ന ഫാമിലീസ് കണ്ടത് വേറൊരു. ഇതിനപ്പുറം ഉറക്കണം. ഇപ്പൊ ചെയ്യാൻ തന്നെ മാക്സിമം പീക്കിലാണ് ഹനീഫ് സാറ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പുറത്തോട്ടൊന്നും ഇറക്കുക എന്നുള്ളത് അടുത്ത ഒരു ഡയറക്ടറുടെ എടുക്കുന്നില്ലേ ഉള്ളൂ.
മഴവിൽ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മാർക്കോ എന്ന സിനിമ കണ്ടിറങ്ങിയ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം, എല്ലാവരും ശ്രദ്ധിച്ചൊരു നടൻ, അതിലെ വില്ലൻ വേഷം ചെയ്ത അഭിമന്യു തിലകൻ. അഭിചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ആൻഡ് ബിഗ് താങ്ക്സ്. എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ഒറ്റ സിനിമ കൊണ്ട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്നത്. ചേട്ടനെയും പ്രേക്ഷകരും മനസ്സിൽ ഏറ്റിക്കഴിഞ്ഞു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ നന്ദി പറയേണ്ടത് ഹനീഫ് സാറിനോടും ഉണ്ണിച്ചേട്ടനോടും ഷറീഫിക്കോടുമാണ്. കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റിലെ ഒരു ഭാഗമാക്കിയത് എനിക്ക് അവരോട് തന്നെയാണ് നന്ദി പറയാനുള്ളത്. അതില് ഞാൻ ചെയ്ത കഥ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഹനീഫ് സാറിന്റെ മനസ്സിലുള്ള കൺസെപ്റ്റ് പുള്ളി തന്നെയാണ്, ആ ക്രെഡിറ്റ് ഫുൾ അദ്ദേഹത്തിന് തന്നെയാണ് എനിക്ക് കൊടുക്കാനുള്ളത്. ആദ്യ സിനിമ തന്നെ ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു. മാർക്കോയ്ക്ക് ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു? തീർച്ചയായും. കാരണം കഥ പറയുമ്പോഴും സിനിമ പ്രത്യേകിച്ച് സിനിമ മേക്ക് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി. കാരണം കഥ പറയുമ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു രീതിയിൽ മേക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ സിനിമ ഷൂട്ടിൽ തുടങ്ങി എല്ലാം വേ എനിക്ക് മനസ്സിലായി ഇത് ഒരു വലിയ പ്രോജക്റ്റ് ആയിരിക്കും. മേക്കിംഗ് സ്റ്റൈൽ ഞാൻ പലരോടും പറഞ്ഞിരുന്നു. സ്റ്റോറി ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ, ചിലർക്ക് സ്റ്റോറി ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അത് അവരവരുടെ ടേസ്റ്റ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു. പിന്നെ മേക്കിംഗ്, ഞാൻ എപ്പോഴും മേക്കിംഗ് നോക്കുന്ന ഒരാളാണ്. പല സിനിമയും ഞാൻ കാണുമ്പോൾ മേക്കിംഗ് നോക്കുന്ന ഒരാളാണ്. സ്റ്റോറിയേക്കാൾ മേക്കിംഗ് കൂടുതൽ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ മേക്കിംഗ് എനിക്ക് ഇതിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. എടുത്തേക്കുന്ന രീതികളാണ്, ഫൈറ്റുകളാണെങ്കിലും ശരി, സിനിമോട്ടോഗ്രഫി ആണെങ്കിലും ശരി, എല്ലാം ഇതുകൊണ്ട് അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. ആദ്യ സിനിമയിൽ തന്നെ ഒരു വില്ലൻ റോള് കിട്ടിയപ്പോ എന്ത് തോന്നി? അങ്ങനെ വില്ലൻ റോള് കിട്ടിയപ്പോ അങ്ങനെ ഇപ്പൊ ലാൽ സാറാണെങ്കിലും മോഹൻലാൽ സാറാണെങ്കിലും പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടമാണെങ്കിലും ഒരു വില്ലൻ റോൾ തന്നെയായിരുന്നു. അങ്ങനെ വില്ലൻ റോൾ ആയോ അത് വില്ലൻ റോൾ ആയിരിക്കണം. പക്ഷെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വില്ലൻ റോൾ ആണെങ്കിൽ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു വില്ലൻ റോൾ ചെയ്യണം. ഇപ്പൊ ബാറ്റ്മാനിലേക്ക് ജോക്കർ, ലയൺ കിങ്ങിലെ സ്കാർ എന്നുള്ള ഒരു സിംഹത്തിന്റെ ക്യാരക്ടർ, അങ്ങനെ ബെയിൻ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള വില്ലൻ ക്യാരക്ടർ ചെയ്യണം എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. ആ വില്ലൻ ക്യാരക്ടർ കിട്ടിയപ്പോ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ചെയ്യും, ഈ ഒരു ക്യാരക്ടർ എനിക്ക് സെറ്റ് ആവുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, ഈ ഒരു വില്ലൻ ക്യാരക്ടർ എനിക്ക് ഇങ്ങനെ ഇല്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് ചെയ്യണം ആകെ ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആകെ ഉണ്ടായിരുന്ന പേടി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഹനീഫ് സാർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊണ്ട് വെച്ചു. അപ്പൊ അവർക്ക് ഞാൻ എന്താ പറയാ എന്റെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ കാരണം ഇവനെ എടുക്കണ്ടായിരുന്നു, ആ ഒരു റിഗ്രറ്റ് അവർക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എത്രത്തോളം സട്ടിൽ ആയിട്ടുള്ള ഒരു സൈക്കോ ക്യാരക്ടറായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് ആ ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ മനസ്സിൽ. എന്റെ ഹനീഫ്സറും കൂടെ നിന്റെ ക്യാരക്ടറിങ് ഒരു സട്ടിൽ, ഒരു മിനിമലിസ്റ്റ്, ഭയങ്കര ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്ത് സ്വാഗ്, ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. പക്ഷേ എന്നാൽ ഭയങ്കര ഒരു വയലന്റ്, ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു ക്യാരക്ടർ പിടിച്ച് തന്നെ അതേപോലെ അവസാനം വരെ പോയി എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് ഡെഡിക്കേഷൻസ് ഒക്കെ ചെയ്തായിരുന്നു? പ്രത്യേകിച്ച് ഡയറ്റും വർക്കൗട്ടും ഫൈറ്റ് പഠിക്കാനും ഒക്കെ ഞാൻ പോയിരുന്നു. അതെ. എത്ര നാളെടുത്തു ഈ ഒരു കറക്റ്റ് ഒരു വില്ലനായി സെറ്റായി വരാൻ വേണ്ടിയിട്ട്? ബോഡി ട്രാൻസ്ഫോർമേഷൻ അത് എന്നെ ഫെബ്രുവരിയിലാണ് വിളിക്കുന്നത്. മെയിൽ ഷൂട്ട് തുടങ്ങി. ആ ഒരു 3 മാസത്തെ ഗ്യാപ്പിലാണ് എനിക്ക് കിട്ടിയുള്ളൂ ഫൈറ്റ് കുറച്ച് ഇന്റൻസ് ആയിട്ട് പഠിക്കാനും ഡയറ്റ് ഫോളോ ചെയ്യാനും വർക്കൗട്ട് ചെയ്യാൻ. ഡയറ്റ് പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്നു, ഇപ്പോഴും ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഷൂട്ടിന്റെ ഇടയ്ക്കാണെങ്കിലും വർക്കൗട്ട് അധികം നടക്കത്തില്ല. കാരണം വെളുപ്പിനെ പോകും, രാത്രി വരും, പിന്നെ ടയർഡ് ആവും വർക്കൗട്ടൊക്കെ ചെയ്യാൻ. എന്നാലും പറ്റുന്ന പോലൊക്കെ ഞാൻ ജിമ്മിലും കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത്. ക്ലൈമാക്സ് സമയത്ത് നമുക്ക് ഞാനും ഉണ്ണിച്ചേട്ടൻ ഞങ്ങളെല്ലാം ഷർട്ട് ഊരിയിട്ടുള്ള ഒരു ഫൈറ്റ് അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ണിച്ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഞാൻ ബോഡി ഒന്ന് ട്രിം ചെയ്തു ക്ലൈമാക്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അതിൽ അന്നേരം ഭയങ്കര ഹെവി ഒരു ഡയറ്റിലോട്ടൊക്കെ 30 egg whites a day എന്നുള്ള ഒരു ഡയറ്റൊക്കെ എടുത്ത് ഫുൾ കാർബ് കട്ട് ചെയ്യുന്ന രീതിയിൽ ഫുൾ പ്രോട്ടീൻ ഡയറ്റ് ഒക്കെ ആയിരുന്നു. അന്നേരം കുറച്ച് മാനസികമായി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. അത് വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം അത്രയ്ക്ക് ഒരു ഹാർഡ് കോർ ആയിട്ട് ഒരു ഫുഡി ആയിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും ഡയറ്റ് ഫോളോ ചെയ്ത് ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. മുട്ട മാത്രം കഴിക്കുക, മുട്ടയും ചിക്കനും മാത്രം കഴിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഈ ഇത്രയും ഡെഡിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ എന്ത് തോന്നി? ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ജീവിതത്തിൽ ഒരു കാര്യത്തിന് ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒന്നിനും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്ര എഫേർട്ട് ഇട്ട് ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ണിച്ചേട്ടനായാലും അതിലെ താഴെ നിൽക്കുന്ന ആളുടെ ഏറ്റവും മേളിൽ നിൽക്കുന്ന ആൾ വരെ എല്ലാവരും ആ രീതിയിലുള്ള എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഈ പടം ഇന്നൊരു വിജയമാക്കി എടുത്തത്. അല്ലാതെ ഒരാളുടെ മാത്രം ഇതല്ല. എല്ലാവരും പ്രൊഡക്ഷനുള്ള എല്ലാവരും അതേപോലെ ആ വേർപ്പ് ചോരയാക്കിയ രീതിയിൽ പണിയെടുത്തിട്ട് തന്നെയാണ് പടം ഈ ലെവലിലെത്തിയത്. ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, അച്ഛനും അമ്മയും എന്ത് പറഞ്ഞു ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു വില്ലനെ മകനായിട്ട് കണ്ടപ്പോ?
അവര് അച്ഛൻ ഒരുപാട് കണ്ടുള്ളൂ. അമ്മ എനിക്ക് തോന്നുന്നു ഒരുപാട് അമ്മ എന്റെ വീടിനടുത്തുള്ള 2 ചേച്ചിമാരുണ്ട്, അവരുമായിട്ട് പോയി കാണാൻ ഇരിക്കുവാണ്. എനിക്ക് തോന്നുന്നു അവരാരും സിനിമയായിരുന്നില്ല എൻജോയ് ചെയ്യുന്നത്. അവർക്കും പേടിയുണ്ടല്ലോ, ഞാൻ എങ്ങനെ തീരും, ആളുകൾക്ക് ഇഷ്ടപ്പെടുവോ, അല്ലെ എന്റെ അഭിനയങ്ങളൊന്നും അവരാരും കണ്ടിട്ടില്ല. അവരെനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞത് വെച്ചിട്ട് അമ്മ പറഞ്ഞതെന്ന്, സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴൊന്നും എനിക്ക് കണ്ടു കഴിയുന്നിടം വരെ എനിക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കൂടുതലും നീ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കിയിരിക്കുക. സിനിമ കണ്ടു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞൊരു കാര്യമാണ്, നീ എങ്ങനെ ചെയ്തുകൊണ്ട് നീ എങ്ങനെ അത് പെർഫോം ചെയ്തു എന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അമ്മ കൂടുതലും. അച്ഛൻ എന്ത് പറഞ്ഞു? കുറച്ചുകൂടെ ശരിയാക്കാണ്ടെന്നൊക്കെ പറഞ്ഞു. തീർച്ചയായും ഡബിങ് ഒക്കെ എനിക്ക് കേട്ടപ്പോഴും കുറച്ചുകൂടെ ശരിയാക്കാമായിരുന്നു എന്ന്, കുറച്ചല്ല കുറേയേറെ ശരിയാക്കാമായിരുന്നു തോന്നിയൊരു കാര്യമാണ് ഡബിങ്. അഭിനയത്തിന്റെ കാര്യത്തിലും എനിക്ക് കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് തോന്നിയിരുന്നു. ഡബിങ്ങിലേക്ക് വരുമ്പം തിലകൻ സാറ് തൊട്ട് ചേട്ടന്റെ അച്ഛൻ വരെ ഭയങ്കര ഗംഭീരമായിട്ടാണ് ഡബിങ് ചെയ്യുന്നത്. അപ്പം ചേട്ടൻ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡബിങ് എക്സ്പീരിയൻസ് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഡബിങ്ങിലായിരുന്നു കേട്ടോ. എനിക്ക് അഭിനയിക്കാൻ ഇത്രയും പാടുപെട്ടില്ല. ഡബിങ് ഞാൻ ഫസ്റ്റ് ഡേ ശരിക്കും അവിടെ നിന്ന് വെള്ളം കുടിച്ചൊരു കാരണം ഡബിങ് തിയേറ്ററിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനീഫ് സാറാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും സൗണ്ട് എഞ്ചിനീയറും എല്ലാവർക്കും അറിയാം ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ല. അഭിനയിക്കുന്നില്ല, അച്ഛൻ ചെയ്യുന്നത് കണ്ടല്ലേ മറ്റുള്ള നടന്മാര് ചെയ്യുന്നത് കണ്ടെങ്കിലും കുറച്ചൊക്കെ കണ്ട എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷെ ഡബിങ് അച്ഛനോട് ഞാൻ പല സ്റ്റുഡിയോയിലും പോയിട്ടുണ്ടെങ്കിലും ഡബിങ് ഒരു കാണുന്നത് ചെയ്യുന്ന ഒരാൾക്ക് കുഴപ്പമില്ല, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഞാൻ പലപ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതുകൊണ്ട് യാതൊരു എക്സ്പീരിയൻസ് ഇല്ല, യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ ഒക്കെ ഞാൻ ഭയങ്കര ഫ്ലോപ്പായിട്ടാണ് ചെയ്തു, വെറും ഫ്ലോപ്പായിട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഇത് കുളമാവോ. പിന്നെ സെക്കൻഡ് ഡേ കുറച്ചുകൂടെ ഞാൻ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്തു. തേർഡ് ഡേ ഒക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് കയ്യിൽ കിട്ടി. പിന്നെ പയ്യെ ഞാൻ മേക്കപ്പ് ചെയ്തെടുത്തു. ആദ്യത്തെ മിസ്റ്റേക്സുകളൊക്കെ ഞാൻ സെക്കൻഡ്, തേർഡ് ഡേ, ഫോർത്ത് ഡേ ആയിട്ട് ആദ്യം ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് എടുത്തു വന്നത്. പക്ഷെ സിനിമയിലെ ഓരോ ഡയലോഗും അത്രയ്ക്ക് പവർഫുൾ ആയിട്ടായിരുന്നു ആ ഡബിങ് ചെയ്തത്. ആദ്യമായിട്ട് ഡബിങ് ചെയ്യുന്നതിന്റെ ഒരു ഫീലും ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് തോന്നിയില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു, കുറച്ചുകൂടെ സൂപ്പർ ആയിരുന്നതിന് എനിക്ക് പലയിടത്തും തോന്നി. പലയിടത്തും കൂടുതൽ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. കുറച്ചുകൂടെ സൂപ്പർ ആക്കിയായിരുന്നു, എന്ത് രസമായിട്ട് കുറച്ചുകൂടെ ആ ഒരു ഇമ്പാക്ട് ആളുകളിലേക്ക് എത്തിയാണ്. മലയാള സിനിമ കണ്ടതിലെ ഏറ്റവും വലിയൊരു വില്ലനായിരുന്നു, ഒരു കൊടും ക്രൂര വില്ലൻ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ കയ്യിൽ കിട്ടിയപ്പം ആലോചിച്ചായിരുന്നോ ഈ റോള് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ, അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു? ചെയ്യാൻ പറ്റും, ചെയ്തല്ലേ പറ്റൂ. എനിക്ക് ഏത് റോള് തന്നാലും അത് ചെയ്തല്ലേ പറ്റൂ. അപ്പൊ അങ്ങനെ ചെയ്യാൻ തന്നെ ഉള്ളൊരു ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കില്ലായിരുന്നു. ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ ആകെയുള്ളത് ദിവസങ്ങൾ അടുത്തടുത്ത്, ഫെബ്രുവരി എന്നെ വിളിക്കുന്നു, മെയ് ഷൂട്ട് തുടങ്ങി. ദിവസങ്ങൾ അടുത്തടുത്ത് വന്നപ്പോഴേക്കും എന്റെ മനസ്സിൽ ദൈവമേ ഇനി ഇത്രയും പേരെ ഒരുമിച്ച് ഫേസ് ചെയ്യണമല്ലോ ഞാൻ. അത് അഭിനയിക്കാൻ പോകുന്ന ഉണ്ണിച്ചേട്ടൻ പോലുള്ള അത്രയും സീനിയർ മോസ്റ്റ്, അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടറുടെ കൂടെയൊക്കെ ആണല്ലോ എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. ജഗദീശൻ സിദ്ദിഖുകളോ ദൈവം ഇവരോടൊക്കെ ഞാൻ എങ്ങനെ അഭിനയിക്കുന്ന പേടി. പിന്നെ അത് മാത്രമല്ല ഇത്രയും ആളുകളുടെ മുമ്പിൽ വേണ്ടിയിരുന്ന് അഭിനയിക്കാനായിട്ട്. അപ്പൊ അതിന്റെ പേടിയുണ്ടാവും. പക്ഷെ അത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി. ഉണ്ണിച്ചേട്ടനൊക്കെ അതേപോലെ കംഫർട്ടബിൾ ആയിരുന്നു, വളരെ കൂളാക്കി നിർത്തുക. ആ ഒരു സീനിയർ അങ്ങനത്തെ ഓഫ് കോഴ്സ് എനിക്ക് അവരുടെ റെസ്പെക്ട് ഉണ്ടാവും. ബട്ട് പുള്ളി നമ്മുടെ അടുത്തൊക്കെ വളരെ നൈസായിട്ടാണ് നമ്മുടെ അടുത്ത് നിന്നിരുന്നത്. ആ ഒരു കംഫർട്ടബിൾ ആക്കാൻ തന്നെ പുള്ളി ശ്രമിച്ചതാണ്. ഇപ്പൊ ഒരു ന്യൂ കമർ എന്നുള്ളത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒന്നും കാണിക്കാനായി വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്ത് കിട്ടും. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഉണ്ണിസാർ എന്തോ പറഞ്ഞു? ഉണ്ണിച്ചേട്ടൻ അന്ന് ഉണ്ണിച്ചേട്ടൻ നല്ല ബിസി ആയിരുന്നു. ഞാൻ മെസ്സേജ് ഇട്ടു, ചേട്ടാ പടം കണ്ടു, ഒരുപാട് സന്തോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സന്തോഷം. പെട്ടെന്ന് പറഞ്ഞ പൊളിച്ചില്ലേ, പുള്ളി അടുത്ത് പറഞ്ഞാൽ പൊളിച്ചില്ലടാ, കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞത്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പലരും പറയുന്നത് തിലകൻ സാറിന്റെ ആത്മാവ് തന്നെയാണ് ചേട്ടനെന്ന്. ഇന്ന് കേട്ടിരുന്നോ? അങ്ങനെ കണ്ടില്ല, എന്നാലും മറ്റുള്ളതൊക്കെ കണ്ടു ഞാൻ. എന്ത് തോന്നി അത് കേട്ടപ്പം? മുത്തച്ഛന്റെ ആത്മാവാണ് എന്നിലുള്ളത് എന്നൊക്കെ ആൾക്കാർ പറയുന്നു. അല്ല, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ അപ്പൂപ്പന്റെ അഭിനയമായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത്. കാരണം അവർ ആ ലെവലില് അത്രയും വർഷം കൊണ്ട് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ലെവൽ 1 ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതിനെ അതിൻ്റെതായ രീതിയിൽ കാണണം, അല്ലാതെ ആദ്യമേ വന്ന് ക്രിട്ടിസൈസ് ചെയ്ത് ഇതാക്കരുത്. ഓഫ് കോഴ്സ് മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനടുത്ത പടത്തിൽ ഞാനത് കണ്ട് തിരുത്താൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എനിക്ക് എന്റെ പേടി തന്നെയായിരുന്നു, അച്ഛനെ അപ്പൂപ്പനെ വെച്ച് കമ്പയർ ചെയ്യുമെന്ന് തന്നെയായിരുന്നു പലയിടത്തും പേടി എനിക്ക്. പക്ഷെ ആൾക്കാർ ഇപ്പൊ പറയുന്നത് ആ ഫാമിലിയിൽ നിന്ന് ഒരു പുലിക്കുട്ടി ഇറക്കിയിട്ടുണ്ടെന്ന്. അതൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാ തോന്നുന്നത്? സന്തോഷാണല്ലേ? അവരെ ഞാൻ കാരണം നമുക്ക് നാണക്കേടുണ്ടായില്ലല്ലോ, ഞാൻ അത് മാത്രമേ ഉള്ളൂ. ഈ ഒരു വില്ലൻ കഥാപാത്രം കിട്ടിയപ്പം ഈ ഒരു കുട്ടിയെ കൊല്ലുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മനസ്സിലാലോചിച്ചു, ഞാൻ എങ്ങനെ ഒരു കുട്ടിയൊക്കെ ചെയ്യുന്നത്, ഞാൻ എങ്ങനെ അത് ക്യാമറയിൽ കാണിക്കും? ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് അത് ആ രീതിയിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ചെറിയ സെന്റിമെന്റ്സ് ഒന്നും വന്നില്ലായിരുന്നു?
ആ സീനിൽ വന്നില്ല, മറ്റൊരു സീനിലുണ്ടായിരുന്നു. ഒരു കുട്ടിയെ എടുത്ത് താഴോട്ട് അറിയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അവളുടെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുവരണം. അപ്പൊ എനിക്ക് മുടിയിലൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് എനിക്കാണെങ്കിൽ ആ മോളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൾക്കത് വേദനിക്കുകയോ എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അത് പലരും പിടിച്ച് വലിക്കുക, അത് അവർക്ക് റിയാക്ഷൻ ആയിട്ട് പിടിച്ച് വലിക്കുക, മോളെ കുട്ടിയല്ലേ. പിന്നെ ആ രീതിയിൽ അവളും ആ രീതിയിൽ വളരെ കൂളായിട്ട് നിന്നു. ഞങ്ങൾ രണ്ടുപേരും ആ കെമിസ്ട്രി ചെയ്തിട്ട് അങ്ങനെ ചെയ്തു. ഒരു കുട്ടീനെ എടുത്ത് ഗ്യാസ് കുറ്റി വെച്ച് അടിക്കുന്നതിനെ പറ്റി കുറെ ട്രോളൊക്കെ വന്നു. ചേട്ടനും ഗ്യാസ് കുറ്റിയും തമ്മിൽ ഭയങ്കര ബന്ധമാണെന്ന്. ഇവര് തമ്മിലൊരു ഗ്യാസ് സിലിണ്ടർ ബന്ധമാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കണ്ടായിരുന്നു, ട്രോളൊക്കെ കണ്ടായിരുന്നു. ഞാൻ എല്ലാം കാണാറുണ്ട്, എല്ലാ കമന്റ്സും വായിക്കാറുണ്ട്, എല്ലാ മെസ്സേജ് വരുന്ന മെസ്സേജസ് എല്ലാം വായിക്കാറുണ്ട്, എല്ലാം വായിക്കാറുണ്ട്. എല്ലാത്തും റിപ്ലൈ എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ മെസ്സേജസ് ആണ് ആളുകൾ എനിക്ക്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അയച്ചു തരുന്നത്. അതുകൊണ്ട് എല്ലാം ഒന്നും റിപ്ലൈ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഫാമിലിക്കാണ് ആ ഒരു സീൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ആ കുട്ടിയെ കൊല്ലുന്നത്. അത് ചേട്ടന്റെ ഐഡിയ തന്നെ ആയിരുന്നു. അതായത് ഡയറക്ടർ വേറൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു, ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് കുറ്റി വെച്ച് മാത്രം കൊല്ലണമെന്നായിരുന്നു. ചേട്ടന്റെ ഇഷ്ടമായിരുന്നു എങ്ങനെ അത് ചെയ്യണമെന്നുള്ളത്. അല്ല, എന്റെ അടുത്ത് പറഞ്ഞില്ല ഇതുപോലെയാണ് അഭി, ഇങ്ങനെയാണ് സംഭവം. കിച്ചണിലോട്ട് വരുന്നു. പിന്നെ അത് കിച്ചണാണല്ലോ, കിച്ചണിൽ ഓഫ് കോഴ്സ് ഒരു ഗ്യാസ് കുറ്റി കാണും. അപ്പോ സംഭവം ഇതാണ്, സീൻ ഇതാണ്, നീ ഗ്യാസ് കുറ്റി ഉണ്ടാവും, കൊച്ചുണ്ടാവും, ഇവനെ ഇങ്ങനെ കൊല്ലണം. ബാക്കി ചെയ്യുന്ന രീതിയൊക്കെ നിന്റെ രീതിയാണ്. ഗ്യാസ് കുറ്റി അവിടെ ഇരിപ്പുണ്ട്, ഗ്യാസ് കുറ്റി എടുത്ത് വേണം കൊല്ലാം, ഗ്യാസ് കുറ്റി എടുത്ത് വേണം അതിനെ അത് തീർക്കാനായിട്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്നല്ല, അത് നീ നിന്റേതായ രീതിയിൽ നീ എങ്ങനെ ചെയ്തോ എന്നതാണ്. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ചെയ്തൊരു സംഭവമാണ് കണ്ടേക്കുന്നത്. അതിനുശേഷം ഒറ്റയടിക്ക് തീർക്കാന്നുള്ളതിനെ 3-4 വട്ടം ആ ക്യാരക്ടർ അതാണല്ലോ, അത്രയും വയലൻസ്. കാരണം ഒരു ചുമ്മാ ഇപ്പൊ ഒരാളെ കൊല്ലാനാണ് ചുമ്മാ തോക്കത്തോട് വെച്ച് വന്നാൽ മതി. പക്ഷെ അതല്ല, ആ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊല്ലുമ്പോ ആ കൊല്ലുന്നതിനെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ക്യാരക്ടറിന് ഒരാളെ കൊല്ലുമ്പോ വെറുതെ കൊല്ലാതെ അതിനെ വേദനിപ്പിച്ച് മറ്റുള്ള ആ രീതിയിൽ ഉണ്ടാകുന്ന വേദനയെ അത് ആസ്വദിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ സൈക്കോ. ചുമ്മാ ഒരാളെ കൊല്ലുമ്പോ ഇപ്പൊ തോക്കുണ്ട് അതിനകത്ത്, കൈ തോക്കിരിപ്പുണ്ട്, ആ തോക്ക് മറ്റേ ആളുടെ കൊടുത്തിട്ട് ആ എന്റെ കൂടെയുള്ള ഗ്യാങ്ങിൽ ഒരാളെ തോക്ക് കൊടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് അത്രയും വീട്ടിലുള്ള സാധനത്തിന്. അപ്പൊ അതിൻ്റെതായ ഒരാളെ കൊല്ലുമ്പോ ആ മരണത്തിനെ ആസ്വദിച്ച് കൊല്ലുന്ന ഒരു ക്യാരക്ടർ അല്ലേ. പക്ഷെ ആ ഒരു സിനിമ കണ്ടപ്പോ ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ കുട്ടീനെ അങ്ങനെ കൊല്ലും എന്നുള്ളത്. ജസ്റ്റ് ഒന്നി വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷെ ഇത്ര ബ്രൂട്ടലായിട്ട് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതായിരുന്നു. അവനാണേലും കിട്ടില്ലോട്ടോ, അവന്റെ കരച്ചിലും പിടിച്ചിലും ഞാൻ നടന്നു വരുമ്പോൾ അത് 3-4 ഷോട്ട്സ് ആയിട്ട് എടുത്തു. നല്ല രസമായിരുന്നു. OTT വരുമ്പോൾ ഒരു പക്ഷെ ഫുൾ ഉണ്ടാവും. അവൻ കരഞ്ഞ് വിളിച്ചു പോകുന്നതൊക്കെ ഗംഭീരമായിട്ടാണ് പറയാൻ അത് ചെയ്തത്. ആ കുട്ടി ചേട്ടന്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങള് ഭയങ്കര കമ്പനിയായിരുന്നു, എന്റെ കൂടെ ആയിരുന്നു. ഞങ്ങള് തമ്മിൽ ഒരുപാട് ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാനായിട്ട്. ചേട്ടന് ഒരു ചെറിയ സർപ്രൈസ് തരട്ടെ. ഹലോ, എന്റെ അടുത്ത് ഒരാളിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ കാണിച്ചു തരാം. ഹായ്, എന്തോട് മോനെ? All good. How are you? എവിടാണ് ഇപ്പൊ? വീട്ടിലാണോ? Okay. I spoke to your father the other day. What did he say? He said like we were talking about all the trolls and everything on Instagram. So how was the movie? Like, did you enjoy it? Yeah, but I didn't watch it. Why? Because you're under 18. Like, it was so funny. I had such a fun time shooting with you. When the associate director was not looking, we would just lick all the blood from our faces. Exactly. We were licking all the blood from our face and hand, right? Yeah. I'm actually leaving for Palakkad tomorrow, but I don't think I'll visit. I'll give the phone back to her, okay? The anchor. Yeah. So it was really nice working with you, Ryan. It was really nice. At least I didn't get killed on my birthday. Yeah, right. You got killed on after the birthday. Okay. Right. I remember. Okay, I'll give the phone back to her. Okay, thank you. Bye. അത് ആ സീൻ എടുക്കുമ്പോ, ആ സിലിണ്ടറിന്റെ സീൻ എടുക്കുമ്പോ അതിന്റെ അടുത്ത ദിവസമായിരുന്നു എന്റെ ബർത്ത്ഡേ. അപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു, ഒന്നില്ല നിന്റെ ബർത്ത്ഡേ അന്ന് നിന്നെ കൊന്നില്ലല്ലോ എന്ന് പറയുമായിരുന്നു. അവൻ പറഞ്ഞത്. ഓ, അതായിരുന്നല്ലേ പറഞ്ഞത്. ചേട്ടൻ ഈ ഒരു അഭിനയം പാഷൻ ആയിരുന്നു പണ്ട് തൊട്ടേ? പണ്ട് തൊട്ടേ എനിക്ക് ആ ഒരു ആക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ഒരു ആഗ്രഹം എനിക്ക് വളരെ കൊച്ചാനത്തിലുണ്ട്. കാരണം അച്ഛനെ അപ്പൂപ്പനെ കണ്ടു വളർന്നു, അവരുടെ ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. മാർക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛൻ അങ്ങനെ കമന്റ്സ് ഒന്നും കിട്ടില്ല. നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ടീം ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനടുത്ത് ഞാൻ കഥ പറഞ്ഞു കേൾപ്പിച്ചു. ഓഫ്കോഴ്സ് വീട്ടിൽ വന്നിട്ട് ഞാൻ കഥ പറഞ്ഞു കേൾപ്പിച്ചു. അച്ഛനൊന്നും വീട്ടില്ല, ഞാനും അമ്മ ഉണ്ടായിരുന്നുള്ളൂ. ഫോണിൽ വിളിച്ച് സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞു. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ന് തന്നെ പറഞ്ഞുള്ളൂ. ചേട്ടൻ ഈ ഒരു അവസരം വരുന്നതിന് മുമ്പ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് സിനിമയിൽ കയറ്റൂ, എനിക്ക് സിനിമയിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്തായിരുന്നു?
അറിയായിരുന്നു അച്ഛൻ അങ്ങനെ നിർബന്ധിച്ചാലും വഴങ്ങുന്ന ഞാൻ അങ്ങനെ ഒരാളല്ല. സിനിമയിൽ കയറണം എന്ന് പോയി അവസരം ചോദിച്ചു എങ്ങും ചോദിച്ചിട്ടും ഇല്ല. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല സിനിമയിൽ കയറണം. അച്ഛനും ആരോടും അങ്ങനെ ചോദിച്ചിട്ടും ഇല്ല. എന്റെ മകനുണ്ട് പടത്തിൽ കയറണം എന്നൊന്നും അച്ഛനും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് അറിയുന്ന കാര്യമായിരുന്നു അച്ഛൻ ഇങ്ങനെ വേറൊരാളത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവന് കഴിവുണ്ട് അവൻ കയറട്ടെ. അത് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ മറ്റുള്ള ആളുകളൊക്കെ ഈ ഫോട്ടോയൊക്കെ കമന്റ് ഇടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ആരോ എവിടെ പോയപ്പോഴത്തേക്ക് രമചേട്ടാ എന്താ അവനെ സിനിമ കേട്ടത് എന്ന് പറഞ്ഞപ്പോ അവനപ്പോ അച്ഛനായ ആ മനുഷ്യനോട് പറയുന്നത് കേട്ടു. അവന് കഴിവുണ്ട് അവൻ കയറട്ടെ. ഞാനായിട്ട് കേട്ടത്തില്ല. ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ ഒരു മാർക്കോ സിനിമയിലേക്ക് എങ്ങനെ എത്തിയത്? എങ്ങനെയായിരുന്നു അതിന്റെ കോളൊക്കെ വന്നത്? ഉണ്ണിച്ചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമായിരുന്നു. ഉണ്ണിച്ചേട്ടനെ വിളിച്ചു, ഹനീഫ് സാറിനെ വിളിച്ചു, ഞങ്ങൾ നേരിൽ കണ്ടു, ഷെറീഫിക്കാനെ കണ്ടു. അങ്ങനെയായിരുന്നു അത് ചെയ്തത്. ഉണ്ണിച്ചേട്ടനുമായിട്ട് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? ഇല്ല, ഉണ്ണിച്ചേട്ടനെ പരിചയമില്ല. ഉണ്ണിച്ചേട്ടനെ വേറൊരു ഈ മൂവിയുടെ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ഷെനീം സെയ്ദ് എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് എന്നെ പറ്റി പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ണിച്ചേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഈ ഷെനീം എന്ന് പറയുന്ന അദ്ദേഹം സിനിമ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ കുറെ കഴിഞ്ഞപ്പോ ഞങ്ങള് പരിചയപ്പെട്ടു. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു സെയിം ആള് തന്നെയാണ് കബീർജിനെയും യുക്തിനെയും ഈ ഫിലിമിലോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് പുള്ളി തന്നെയാണ് എന്നെ ഇവിടെ അതിനകത്ത് കാസ്റ്റ് ചെയ്തത്. ഉണ്ണിച്ചേട്ടൻ സിനിമയിൽ വന്നിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നീ ആ റോൾ ഇച്ചിരി കൂടി ഇതാക്കി ചെയ്യുക, കുറച്ചുകൂടെ നല്ലപോലെ ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ബെറ്ററായി ചെയ്താൽ ഉണ്ണിച്ചേട്ടനെ തന്നെ കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ എന്നെ പലയിടത്തും മിസ്റ്റേക്സ് ചെയ്യുമ്പോൾ പുള്ളി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നീ അങ്ങനെ ചെയ്യും, കുറച്ച് ബെറ്റർ ആവത്തില്ലേ, ശരിയായിട്ടാ നന്നായിട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ വഴക്ക് പറയുന്നതൊന്നും ഹാർഷായിട്ടോ അങ്ങനെയൊന്നുമല്ല. പുള്ളി ഞാൻ ബെറ്റർ ആവാൻ വേണ്ടി തന്നെ പറയുന്ന രീതിയിലുള്ളത് തന്നെ. തിലകൻ സാറ് അഭിചേട്ടനെ എന്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു? ഒരു നിക് നെയിം ഉണ്ടായിരുന്നല്ലോ. അത് എന്റെ അച്ഛന്റെ പേര് PS കേശവൻ. അപ്പൊ അച്ഛൻ എനിക്ക് ഇട്ടത് നിക് നെയിമായിട്ട് വീട്ടിൽ വിളിക്കുന്ന പേരായിട്ട് തന്നെ കേശു എന്നായിരുന്നു വിളിച്ചോണ്ടത്. അപ്പൊ അങ്ങനെയായിരുന്നു ഫാമിലിയിലുള്ള എല്ലാവരും അങ്ങനെ വിളിക്കും, കേശു എന്നായിരുന്നു. അച്ചാച്ചനായിരുന്നു വിളിക്കുന്നത്? അച്ഛൻ ഇപ്പൊ തോന്നിയിട്ടുണ്ടോ അച്ചാച്ചൻ എന്റെ സിനിമ കാണാനുണ്ടായിരുന്നു? തീർച്ചയായും അച്ഛനോട് അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് പേടിയുണ്ട്, എന്നാലും പുള്ളി കൊണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അച്ചാച്ചൻ ഈ ഒരു സിനിമ കണ്ടിട്ട് എന്തായിരിക്കും പറയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ ഒരു സ്വഭാവം വെച്ച് പുള്ളി കണ്ടാലും ഇങ്ങനെ നോക്കിയിരിക്കും, എന്നിട്ട് ഒന്നും പറയില്ല. പുള്ളി എന്റെ ഒരു എന്നോടുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാം, പുള്ളി ഇങ്ങനെ അത്രയേ ഉള്ളൂ, ദൈവമുള്ളതും പറയത്തില്ല. ചിലപ്പോൾ കൂടുതൽ പുള്ളി ഒന്ന് നോക്കിയേക്കാം, എന്നെ ചിലപ്പോൾ ഒന്ന് നോക്കിയേക്കും. ആ സിനിമ കണ്ടിട്ട് എല്ലാം കഴിയുമ്പോഴത്തേക്കൊന്ന് അതുവരെ നമ്മള് നോക്കുകയൊന്നും ചെയ്യത്തില്ല. എല്ലാം കണ്ടു കഴിയുമ്പോ അല്ലെ അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പറയില്ല. അച്ചാച്ചൻ കുട്ടിക്കാലത്തെ ചേട്ടന്റെ അടുത്ത് എങ്ങനെയായിരുന്നു? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അതോ സിനിമയിലെ കാണുന്ന പോലെ തന്നെ? ഓ അല്ല, എന്റെ അടുത്ത് ഭയങ്കര എന്നെ വലിയ ആദ്യത്തെ കൊച്ചുമകനാണ് ഞാൻ. അതിൻ്റെതായിട്ടുള്ള സ്നേഹവും എല്ലാം ഉണ്ട്. അച്ചാച്ചന്റെ കൂടെ അഭിനയിക്കാത്തത് വിഷമമുണ്ടോ? തീർച്ചയായും വിഷമമുണ്ട്. ഇനി അച്ഛന്റെ അതേപോലെ തന്നെ മുമ്പോട്ട് പോകാനാണോ ചേട്ടൻ താല്പര്യം? ഫിലിമിലോ? എനിക്കത് ആഗ്രഹമുണ്ട്. ആ ഒരു പാത്ത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നായകനാവാൻ കിട്ടിയ നീ പോവും? തീർച്ചയായും. ഇപ്പൊ തന്നെ ചേട്ടനെ അറിയുന്നത് സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് വില്ലൻ എന്നാണ്. അതായത് സിനിമ പാൻ ഇന്ത്യൻ പോവും, പാൻ ഇന്ത്യൻ ആയി. അപ്പോഴത്തേക്കിനും ഇനി അവസരങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? വില്ലൻ വേഷമൊക്കെ ചെയ്യാനായിട്ട് കോൾസ് ഒക്കെ വന്നിട്ടുണ്ടോ? വില്ലൻ വേഷം ചെയ്യാൻ വന്നിട്ടില്ല, അല്ലാത്ത കോൾസ് വന്നിട്ടുണ്ട്. അതില് നായകനായിട്ട് തന്നെ ആയിരുന്നു? നായകനായിട്ട് തന്നെ. ചേട്ടന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന അമ്മയാണ്. അമ്മ എന്താണ് പറഞ്ഞത്? അമ്മയാണ് ആക്ച്വലി എന്നെ ഈ പറയുന്ന പോലെ രാവിലെ ഉറക്കെഴുന്നേപ്പിക്കുന്നതല്ല, ഉറക്കെഴുന്നേപ്പിച്ച് എന്നെ ജിമ്മിലോട്ട്, ഞാൻ പറയുന്നത് കുറച്ച് ലേസിയാണ് ഞാൻ. അപ്പോൾ എന്നെ പുഷ് ചെയ്ത് എല്ലാത്തിലും പുഷ് ചെയ്ത് ജിമ്മിൽ അറിയാവ് ഡയറ്റ് അതിലൊക്കെ അമ്മയാണ് എന്നെ കൂടുതലും ഫോഴ്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ പലപ്പോഴും രാത്രി ഉറങ്ങും, താമസിച്ചുറങ്ങും, വന്നിട്ട് പറയും വഴക്ക് പറയും, അത്രയും ഉറങ്ങും, ഒരാൾ ജിമ്മുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ അതൊക്കെ അമ്മ തന്നെയാണ്. രസമായിരുന്നു. അതിനോട് നല്ല നല്ല വഴക്കും അടിയിടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും ഈ എന്നെ കണ്ടൊരു ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അമ്മ തന്നെയാണ് അതിന്റെ പിന്നില്. അമ്മ ഈ സിനിമ കണ്ടിട്ട് ഇമോഷണൽ ആയോ? ചേട്ടന്റെ ആദ്യത്തെ സിനിമ അമ്മ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഇത് ഇത്ര ഹിറ്റ് ആയ ഒരു സിനിമ. ഞാൻ അവിടെ സത്യം പറഞ്ഞ രണ്ട് അച്ഛനും അമ്മയും അപ്പുറത്തേക്ക് ഫ്രണ്ട്സ് ഇപ്പുറത്തിരിക്കുന്നു. ഫസ്റ്റ് കാണാൻ പോയപ്പോ ഞാൻ അവരെ നോക്കിയതേ ഇല്ല. ഞാനിങ്ങനെ പല സീൻ കണ്ടപ്പോ ഇങ്ങനെ എന്ന് പറഞ്ഞ ആ ഒരു പേടിയും ചമ്മലും ഒക്കെ തന്നെ സന്തോഷവും ഓവർട്ടായിട്ടിരിക്കുവായിരുന്നു ഞാൻ. അമ്മ ഇത് കണ്ടിട്ട് എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചോ എന്നൊക്കെ ചോദിച്ചോ? സിനിമ കണ്ടപ്പോ ചോദിച്ചിട്ടില്ല, പക്ഷെ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ വന്ന് പറയും. വീട്ടിൽ വന്നില്ല, റൂമിൽ വന്ന് ഹോട്ടലിൽ വന്നിട്ട് ഞാൻ അമ്മയെ വിളിക്കും. ഇങ്ങനത്തെ സീനായിരുന്നു, അല്ല അമ്മ എന്നെ വിളിക്കുക, ഞാൻ വിളിക്കുക ചെയ്യുന്നത് സീൻ. അപ്പൊ ഈ ഗ്യാസ് സിലിണ്ടർ സീൻ കണ്ടപ്പോഴൊക്കെ അതുപോലെ പറഞ്ഞു, എന്തിനിങ്ങനെയൊക്കെ ചെയ്യാൻ പോയി, അതൊക്കെ എന്തിനാ ചെയ്യാൻ പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ നല്ലതല്ലേ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
അച്ഛനപ്പോ ഒന്നും മിണ്ടിയൊന്നുമില്ല, അച്ഛന് ഇഷ്ടായി. അല്ല, അച്ഛൻ കൂടുതൽ അന്നേരം വർക്കിലായിരുന്നു. അപ്പൊ അന്നേരം ഡെയിലി വിളിച്ച് വിശേഷങ്ങളൊന്നും ഞാൻ അച്ഛനെ വിളിച്ച് പറയത്തില്ല, കൂടുതൽ അമ്മയെ തന്നെ വിളിച്ചു പറഞ്ഞു. ഈ സിനിമയിലെ ഫാമിലിയെ കൊല്ലുന്ന ഒരു സീനുണ്ട്, ഭയങ്കര ബ്രൂട്ടലായിട്ട്. അതായത് വേറൊരു വില്ലൻ വന്നിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞു, ഫാമിലി എല്ലാരെയും കൊല്ലുന്നു, വായൊക്കെ പൊളിച്ച് കീറുന്നു. അതൊക്കെ ചെയ്തപ്പം ചേട്ടന് എങ്ങനെയായിരുന്നു? അല്ല, അത് കഥാപാത്രമല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു സീൻ അനുസരിച്ച് ഹനീഫ് സാറ് പറയുന്നു ചെയ്തു പോയതേ ഉള്ളൂ. അങ്ങനെ ഓഫ്കോഴ്സ് ഭയങ്കര റോ വയലന്റ് ക്യാരക്ടർ സംഭവം അങ്ങനത്തെ ഒരു സീനാന്ന് മനസ്സിലായി. അതിനെ മാക്സിമം നിങ്ങൾക്ക് കാണുന്നവർക്ക് എത്രത്തോളം വെറുപ്പിച്ച് അവരെ ഇതാക്കി ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് തന്നെയായിരുന്നു ഞാനും കബീർജിയും അത് മുഴുവൻ ചെയ്തത്. കബീർ സാർ ചേട്ടൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു? നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, ഞങ്ങള് ഭയങ്കര ക്ലോസ് ആണ്. ഞങ്ങള് ഇടയ്ക്ക് വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. സംസാരിക്കാം. 2 ദിവസം മുന്നേ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ, ഇങ്ങോട്ട് വരുന്നതല്ലേ കേരളത്തിൽ, പുള്ളി ഇപ്പൊ കേരളത്തിൽ ഉണ്ടായി, കോഴിക്കോടുണ്ട്. മുന്നേ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. ഈ ഒരു മാർക്കോയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. മാർക്കോയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്നാണ് ഉണ്ണിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു. 2 ദിവസം ഒരു സിനിമ ഇറങ്ങിയതിന്റെ അന്ന് ഏതൊരു തിയേറ്റർ വിസിറ്റിന് പോയപ്പോ ഓഡിയൻസ് ഒക്കെ ചോദിച്ചു ഉണ്ടാവും തന്നെയാണ് ഉണ്ണിച്ചേട്ടൻ കൺഫേം ചെയ്ത് പറഞ്ഞത്. ഈ സിനിമയിൽ തിയേറ്ററിൽ വന്ന പല വയലൻസ് സീനും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം OTT-യിൽ വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ OTT വരുന്ന സീനുകൾ എങ്ങനെ, ഭയങ്കര ബ്രൂട്ടലായിരിക്കും? ആ സീനിൽ എല്ലാത്തിലൊന്നും ഞാനില്ല, എനിക്കുള്ളതല്ലേ എനിക്കറിയുള്ളൂ. മറ്റേ അതെന്തൊക്കെ എന്തോ ബാലൻസ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് OTT വരുമ്പോഴത്തേക്ക് കാത്തിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ വന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഭീകരമായിരിക്കും OTT-യിലുള്ളത്. ആയിരിക്കാം, ഞാൻ പറഞ്ഞില്ല. ആ സീനിലൊന്നും ഞാനില്ല, അത് ഉണ്ണിച്ചേട്ടന്റെ മറ്റുള്ള സീനുകളായിരിക്കും. എല്ലാ സീനിലൊന്നും ഞാനില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അത്രയും ഉണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല. ചേട്ടൻ ഫസ്റ്റ് ഷോ തന്നെ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാർക്ക് തിരിച്ചറിയാനൊക്കെ തുടങ്ങിയായിരുന്നു? ഇല്ല, അന്നേരം തിരിച്ചറിയില്ല, കാരണം സിനിമയിലുള്ള ഒരു രൂപം ആയിരുന്നില്ല. ഒരു തിയേറ്റർ വീഡിയോ അവര് വന്നായിരുന്നു ഓൺലൈനിൽ. അപ്പൊ എന്റെ ആ രൂപമല്ലല്ലോ, ക്യാരക്ടർ രൂപമല്ല, കാരണം ഭയങ്കര താടിയുണ്ട്. ഇപ്പൊ അത്രയും താടിയൊന്നുമല്ലോ ഷെയർ ചെയ്തുകൊണ്ട് ആർക്കും മനസ്സിലായില്ല. അവര് ചോദിച്ചു, കുറെ പേര് ചോദിച്ചു, താങ്കൾ ഇതിനകത്ത് ഏത് ക്യാരക്ടറാണ് ചെയ്തത്? അപ്പൊ ഇങ്ങനെ തിയേറ്ററിൽ ആ ഒരു പോർഷൻ വേണ്ടി ഇതാണ് ആളുകൾ പറഞ്ഞു, ഇതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോഴാണ് ആൾക്ക് പലർക്കും മനസ്സിലായത്. ഈ ഒരു കഥാപാത്രം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ റോള് ഉള്ളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ചില സിനിമ നടന്മാരൊക്കെ പറയുന്നുണ്ട്, ഞാൻ ആ മൂവി ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ ആ ഒരു ക്യാരക്ടർ റോൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഇല്ല, ഞാൻ ആ കട്ട് പറഞ്ഞപ്പോ ഞാനാണ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ക്യാരക്ടറായി, കട്ട് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഞാനാണ്. എനിക്ക് അങ്ങനത്തെ കുറെ വീഡിയോ ഒക്കെ ഒരു ബ്ലൂപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അവര്. ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് സിനിമയിൽ വരികയല്ലേ, അപ്പം ഇങ്ങനെ എല്ലാവരെയും മുമ്പി വെച്ച് അഭിനയിക്കാൻ പറയുന്നു. നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയി. പിന്നെ ഒരു 4th ഡേ ഒക്കെ ആയപ്പോഴേക്കും ഓക്കെ. സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോഴത്തേക്ക് സെക്കൻഡ് ഒരു സീൻ ഞാൻ ഏകദേശം 6-7 ടേക്ക് വരെ പോയി. പിന്നുള്ളതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പോയതാ. ആദ്യമായിട്ട് വന്നപ്പം പേടിയൊക്കെ ആയിരുന്നല്ലേ? തീർച്ചയായും എനിക്ക് അടുത്ത ഇവിടെ വന്നിട്ട് ഉറപ്പിന് പേടിയുണ്ടാവും. കാരണം എങ്ങനെ വരും, എങ്ങനെ ചെയ്യുന്നുള്ള പേടി എന്തായാലും ഉണ്ടാവും. കാരണം ഞാൻ പഠിക്കുന്നില്ലേ, ഒരു ഫസ്റ്റ് സ്റ്റെപ്പല്ലേ, ഇനി എന്തോരം കണം കിടക്കുന്നു. ചേട്ടൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്യായിരുന്നു? എന്തായിരുന്നു പഠിച്ചതൊക്കെ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, അതിനുശേഷം VFX-ഉം ഫിലിം മേക്കിങ്ങും കുറച്ച് പഠിച്ചു. അപ്പോഴത്തേക്ക് ഈ കോവിഡ് ഒക്കെ വന്നപ്പോൾ അതങ്ങ് ബ്രേക്ക് ആയിപ്പോയി. പിന്നെ ബിസിനസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഗേൾസും കാണാനൊക്കെ പോയിട്ടുണ്ട്. പെൺപിള്ളേർ കാണില്ല എന്നൊക്കെയാണ് പറയുന്നത്, എന്നാലും പെൺപിള്ളേരൊക്കെ കാണാൻ പോയിട്ടും ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു വില്ലനാണെങ്കിൽ എല്ലാവർക്കും ചെറിയൊരു ക്രഷ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചേട്ടന് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടോ? റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കണ്ട, മറ്റേതൊരു മെസ്സേജ് പറ്റി ചോദിച്ചാൽ മതി. എന്റെ അപ്പൊ ഉണ്ട്, ആറ് കഴിച്ചു കൊടുക്കും, എന്റെ അമ്മ കഴിച്ചു പറയാം. ഇല്ല, ചെറിയൊരു ക്രഷ് ഒക്കെ. എനിക്കോ? ഒന്നുമില്ല, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അതിന്റെ വഴിക്ക് പോയി. പെൺപിള്ളേര് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, ചേട്ടനെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി, വില്ലനാണെങ്കിലും ഭയങ്കര ക്രഷ് തോന്നി എന്നൊക്കെ. കുറച്ചൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹലോ സാർ, ഞാൻ ചേട്ടന്റെ കൊടുക്കാവേ. ഹലോ അച്ഛൻ സർപ്രൈസ് ഒരാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് നിനക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം മനസ്സിലാവില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. നിനക്ക് എന്റെ ശബ്ദവും എനിക്ക് നിന്റെ ശബ്ദവും ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ആയിരിക്കും. അവരുടെ ഉദ്യമം പൊളിഞ്ഞു എന്നല്ലേ പറയാൻ പറ്റൂ. ഏതാ കേട്ടില്ല? അവരുടെ ആ ഒരു ഉദ്യമം പൊളിഞ്ഞു പോയി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ ഞാൻ കൊടുക്കാം. ഹലോ
അഭിചേട്ടൻ പറയുന്നത് സാറിന്റെ അത്ര എത്തിയിട്ടില്ല എന്നാണ്. സാറിനത് കണ്ടപ്പോ എന്ത് തോന്നി? ഞാൻ അങ്ങനെയുള്ള ആ ലെവലില് പെർഫോമൻസ് ഒരു പടത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് എനിക്ക് മേലെ തോന്നുന്നത് ഞാൻ പറയില്ലേ, എന്റെ ഒരു പടത്തിലെ ഡയലോഗ് തന്നെ അതിന് നല്ല ഇതാണ്. എന്താണ്, സൂര്യന് താഴെയുള്ള സകല നിർവചനമാകും ബലരാമൻ എന്നൊരു ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും അപ്പുറം ഈ പ്ലാനറ്റിൽ മുഴുവനുള്ള നെറുകേട് അവൻ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സൂര്യന് താഴെ അങ്ങനെയാക്കുന്ന മിൽക്കി വേയുടെ അപ്പുറമുള്ള പബ്ലിക് പ്രപഞ്ചത്തിലെ മൊത്തം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാതിരി വയലൻസ് അല്ലേ കാണിച്ചിരിക്കണം. അങ്ങനെയുള്ള വയലൻസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ നല്ല കുട്ടിയാണ് ഇവനേക്കാൾ. കേട്ടോ, നല്ല കുട്ടിയാണ്. ചേട്ടൻ പേടിച്ചിരിക്കുക ഇവിടെ, അച്ഛൻ്റെ അത്ര ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് ആൾക്കാരല്ലേ അത് ജഡ്ജ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളല്ലല്ലോ. നമ്മൾ സ്വയമല്ലല്ലോ. നമ്മളെ പെർഫോമൻസ് നമ്മളിപ്പോ എന്താണ് പഴയ ആചാര്യന്മാരൊക്കെ നമ്മളൊരു കണ്ണാടിനെ നോക്കി പെർഫോം ചെയ്യുക, നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താനായിട്ടുള്ള ഒരു ഇതുണ്ടാകും എന്നൊക്കെ പറയുന്നൊക്കെ കാര്യം എന്താണ്? നമ്മളല്ല നമ്മളെ ജഡ്ജ് ചെയ്യേണ്ടത്. കാണുന്നവന്റെ കണ്ണാണ്, അല്ലെങ്കിൽ അവന്റെ മനസ്സാണ്, അവന്റെ ഹൃദയമാണ്. അവരുടെ ഹൃദയത്തിലേക്ക് അവരത് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സക്സസ് ആണ്. അത് ആരാണെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ, താങ്ക് യു സർ. ഓ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. മാർക്കോയിലെ മറക്കാനാവാത്തൊരു അനുഭവം എന്തായിരുന്നു? എനിക്ക് എല്ലാം അത്യാവശ്യം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സീൻ തന്നെയാണ്. പ്രത്യേകിച്ച് കേവി ശങ്കറിലൂടെ സിദ്ദിഖിങ്ങളിലൂടെയൊക്കെ അത്രയും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റിലൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ അതെനിക്കൊരു ജഗദീഷ് സാറിന്റെ മകനായിട്ട്. അതെ, മകനായിട്ട് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. രണ്ടുപേരുടെയും കൂടെ ഫസ്റ്റ് പടത്തിൽ തന്നെ ഈ അത്ര എക്സ്പീരിയൻസ് ആയിട്ട് രണ്ടുപേരോട് അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. നമുക്ക് തോന്നിച്ചേട്ടൻ മലയാളത്തിലെ തന്നെ KGF, ആനിമൽ കില്ലിനെ എല്ലാം മാറ്റി നിർത്തിയ മോസ്റ്റ് വയലന്റ് ഫിലിം ഇതാണ് മാർക്ക്. അപ്പം അതൊക്കെ എങ്ങനെ ചേട്ടന് തോന്നി? ഞാൻ ചെയ്ത സിനിമ ഇത്രയും ഇതായി. ആ ഒരു വലിയൊരു പ്രോജക്റ്റിൽ ഇത്രയും ഒരു സക്സസ്ഫുൾ ആയതിൽ ഒരു ഭാഗമായതിൽ തീർച്ചയായും എനിക്ക് സന്തോഷമുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ തന്നെ ഉണ്ണിച്ചേട്ടൻ്റെ ഒരാടെ തലയായിട്ട് വരുന്നുണ്ട്. അത് ആറ് തലയാണ് ഇപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. ചേട്ടൻ അതൊന്ന് റിവീൽ ചെയ്യാവോ? അയ്യോ, അത് എനിക്കറിയില്ല. അത് എനിക്കറിയില്ല. ഞാനൊരു തല കണ്ടു എന്നുള്ളതല്ലാതെ ആരുടെ തലയാണെന്ന് ഞാൻ ചോദിക്കാൻ പോയില്ല. ആരുടെയോ തലയായിരിക്കാം, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് അറിയാമേ ഞാൻ പറഞ്ഞേനെ. റിയാസ് ഖാൻ അതിലുണ്ടായിരുന്നു. റിയാസൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ചേട്ടന് റിയാസിക്കായിട്ട് സീനൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, റിയാസിക്കായിട്ട് സീനൊന്നും ഇല്ല. എന്നാലും ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അവരുടെ സീൻ കഴിയുമ്പോൾ എന്റെ സീൻ ഉണ്ടായിരുന്നു. അന്നേരം റിയാസിക്കെ കണ്ടു, ഒന്ന് പരിചയപ്പെട്ടു. ഞാൻ കുഞ്ഞായിരുന്നപ്പോ അച്ഛനോടൊപ്പം പരിചയപ്പെട്ടു. അച്ഛന്റെ നല്ലൊരു സുഹൃത്താണ്. കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചിരുന്നെ. പക്ഷെ പ്രേക്ഷകർ ഒന്നടക്കം പറയുന്നത് അത് റിയാസ് ഖാന്റെ തലയാണെന്ന്. ശരിയാണോ? എനിക്കറിയില്ല, റിയാസിക്കയുടെ തലയാണെന്ന് എനിക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചേക്കല്ലേ, അത് OTT-ൽ വരുമ്പോൾ കാണാൻ വേണ്ടിട്ട് ആയിരിക്കാം. എനിക്കറിയത്തില്ല, റിയാസിക്കയുടെ തലയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ എന്തായാലും OTT വരുമ്പോ കാണാം. അല്ലാതെ സ്പോയിലർ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ. എനിക്ക് അറിയാത്തോണ്ടാണ് കേട്ടോ. ഇതില് റിയാസ് ഖാന്റെ റോള് വരുന്നത് OTT-ൽ മാത്രമാണ് പറയുന്നുണ്ട്. അത് അത്രയും വയലൻസ് ആയതുകൊണ്ടായിരിക്കുമോ? അത് തിയേറ്ററിൽ കാണിക്കാൻ പറ്റിയ വയലൻസ് അല്ലാത്തത് കൊണ്ടായിരിക്കും? അതും എനിക്കറിയാമില്ല. അവരുടെ സീൻ കഴിയുമ്പോഴാണ് ഞാൻ വന്ന് കയറുന്നത്. അപ്പൊ പുള്ളി എല്ലാം അവിടെ എല്ലാം വൈൻഡപ്പ് ചെയ്ത് പോകാൻ നേരത്താണ് ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നല്ലോ റിയാസിക അടിച്ചു കയറി എന്ന് പറയുന്നത്. ആ ടൈമിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. ആ ടൈമിലാണ് ഞാൻ വന്ന് കയറുന്നത്. അപ്പൊ അവരുടെ സീൻ എന്തായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല അവരുടെ സീൻ എന്തായിരുന്നു. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ചേട്ടന്റെ അടുത്ത് നിന്ന് മോശമായിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? നിന്നെ വെളിയിൽ വന്നാ ഉണ്ടല്ലേ ശരിയാക്കി തരാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമില് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറയും എന്തെങ്കിലും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഉണ്ടായിരുന്നുണ്ടല്ലോ. ഒരു ആണുങ്ങളും പെണ്ണുങ്ങളും കൂടുതൽ ആണുങ്ങളാണ്, പെണ്ണുങ്ങൾ കൂടുതൽ. പെണ്ണുങ്ങൾ കുറച്ച് വരലെണ്ണാന്ന പേരേ ഉള്ളൂ ഞാൻ കണ്ണിപ്പെട്ടത്. അങ്ങനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞത്. ബാക്കി കൂടുതൽ ആണുങ്ങൾ തന്നെയാ പറഞ്ഞത്. മാർക്കോ സിനിമ കണ്ടതിൽ ഇല്ലാത്ത വയലൻസ് ആണ് ഒരു 8 മിനിറ്റ് റിയാസ് ഖാൻ വരുമ്പോൾ ചെയ്യുന്നത്. അത് ചേട്ടന് എന്താ ആ ഒരു ഭയങ്കര വയലൻസ് ഒക്കെയാണ്? അത് ഫാമിലി ആയിട്ട് ആ വയലൻസ് കാണാൻ പറ്റാത്തത് കൊണ്ടൊക്കെയാണ് അത് തിയേറ്ററിൽ? റിയാസിക്കയുടെ സീനോ? അയ്യോ, എനിക്കറിയില്ല റിയാസിക്കയുടെ സീൻ എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ വീട്ടിൽ ആക്രമിച്ച് കയറിയപ്പോ റിയാസ് ഖാൻ ഇല്ലായിരുന്നു? ഇല്ല, അവിടെ റിയാസിക്ക ഇല്ലായിരുന്നു. ഞാൻ റിയാസിക്കായിട്ടുള്ള ഒരു സീനിൽ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ല. ഞാൻ പുള്ളിയുടെ ഷോട്ട് കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോവാൻ ഡ്രസ്സൊക്കെ മാറി തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ കയറി വരുന്നത്. അന്നേരമാണ് ഞാൻ കാണുന്നത്. ഈ കബീർ സിംഗിനെ കൊണ്ടുവന്നതുപോലെ, അതായത് ചേട്ടനാണല്ലോ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് കബീർ സിംഗിനെ പോയി വിളിച്ചോണ്ട് വരുന്നത്, അതേപോലെ റിയാസ് ഖാനെ വിളിച്ചോണ്ട് വന്നത് ചേട്ടൻ തന്നെയായിരുന്നു? അല്ല, ഒരിക്കലല്ല. ഞാൻ പറഞ്ഞല്ലോ റിയാസിക്കായിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു കോമ്പിനേഷനും ഇല്ല.
അപ്പൊ പുള്ളി വേറെ മറ്റേതെങ്കിലും സീനിലായിരിക്കാം, വേറൊരു സീനിലായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ OTT ഇറങ്ങുമ്പോ അതിൻ്റെതായ രീതിയിൽ കാണുന്നില്ല അത് നല്ലത്, ആ ഫ്ലോയിലതങ്ങ് കാണാം. അതായത് ഇപ്പൊ ഇടയ്ക്ക് ട്രോൾ ഉണ്ടായിരുന്നു, ഉണ്ണിമുകുന്ദനെ അയ്യപ്പനായിട്ട് കാണാൻ ചെന്ന ഫാമിലീസ് കണ്ടത് വേറൊരു അയ്യപ്പനെ ആയിരുന്നു. അതൊക്കെ കാണുമ്പോ എന്താ ചേട്ടനും തോന്നി? കാണുമ്പോൾ ചിരിക്കും എന്നുള്ളതല്ലാതെ കൂടുതൽ എനിക്ക് ഗ്യാസിലെന്ന് ഒരുപാട് ട്രോൾസ് വീഡിയോസ് വരുന്നുണ്ടല്ലോ, അത് കാണുമ്പോഴാണ് കൂടുതൽ. ഇന്നലെ ഒരു വീഡിയോയില് ആരോ എന്നെ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രോൾ പേജ് അവരെന്നെ ടാഗ് ചെയ്തിരുന്നു, അത് കണ്ട് അത് ഭയങ്കര രസമായിരുന്നു. അത് കണ്ടും കുറെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത്രയും വയലൻസ് ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ഇനി ഇറങ്ങാനില്ലെന്നാ പറയുന്നത്, അത് ശരിയാണോ? വേറൊരാൾ ഇതിനപ്പുറം ഇറക്കൂല, ഇതെല്ലാം ഒരു കോമ്പറ്റീഷൻ ആണല്ലോ, ഒരു ട്രയൽ ആണല്ലോ. ഇതിനപ്പുറം അടുത്തൊരാൾ വീണ്ടും ഇറക്കൽ, അത് ഇതിനപ്പുറം ഇറക്കണം. ഇപ്പൊ ചെയ്യാൻ തന്നെ മാക്സിമം പീക്കിലാണ് ഹനീഫ് സാറ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. ഇതിനപ്പുറത്തോട്ടൊരെണ്ണം ഇറക്കുക എന്നുള്ളത് അടുത്ത ഒരു ഡയറക്ടറുടെ പിടിക്കുന്നില്ലേ ഉള്ളൂ. അതിലും ചേട്ടൻ തന്നെ വില്ലനായി വരട്ടെ. അപ്പൊ ശരി, താങ്ക് യു. ശരി, ഈ മാർക്കോ ഇത്രയും ഹിറ്റായി നിൽക്കുന്ന സ്ഥിതിക്ക് ഇനിയുള്ള ക്രിസ്മസ് ഒക്കെ എങ്ങനെയാണ്? അതിന്റെ സിനിമ എൻജോയ് ചെയ്ത് പോവാ, പ്രേക്ഷകരോട് എൻജോയ് ചെയ്ത് പോവാ, നല്ല നല്ല കമന്റുകളും അതും ഈ ട്രോൾസും ഒക്കെ വായിച്ച് എൻജോയ് ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ. മാർക്ക് 100 കോടി കയറുമോ? ഇപ്പൊ തന്നെ 3 ദിവസത്തിനുള്ളിൽ തന്നെ മുടക്കം മുതൽ തിരിച്ചു പിടിച്ചു എന്നാ പറയുന്നത്. കേരളം എന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചില്ല. അങ്ങനെ ചേട്ടന്റെ ഫസ്റ്റ് സിനിമ തന്നെ 100 കോടി അടിച്ചു. അതെ, കേരളം എന്നല്ലേ തീർച്ചയായും. ഞാനും കൂടെ കാരണം അത്രയും വിജയം ആ സിനിമയുടെ ഒരു ഭാഗമായി ഞാൻ. അപ്പൊ ഞാനും കൂടെ ആണല്ലോ അത്രയും ക്രൂവിന്റെ ഇടയ്ക്ക് അതില് ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാനും കൂടെ കാരണം അത്രയും വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് എന്താണ് ഹാപ്പി ആവില്ലേ ഉള്ളൂ. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ സിനിമ കണ്ടിട്ട്? സിനിമ കണ്ട് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അച്ഛനെയും അപ്പൂപ്പനെയും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതുപോലെ അവരെ ആ ഒരു നിലയിൽ നിങ്ങൾ എത്തിച്ചതുപോലെ തന്നെ എന്നെയും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. മിസ്റ്റേക്സ് ഓബിയസ്ലി ഉണ്ടാവും, അത് അതിൻ്റെതായ രീതിയിൽ കണ്ട് ഞാൻ അടുത്ത പടത്തിൽ, ഈ പടത്തിലുണ്ടായ മിസ്റ്റേക്സ് അതുപോലെ ഞാൻ കറക്റ്റ് ചെയ്ത് അടുത്ത പടത്തിൽ ഞാൻ അതിനെ മെച്ചപ്പെടുത്തി ഞാൻ തീർച്ചയായും ഞാൻ ചെയ്തു തരാം. എനിക്കത് നിങ്ങളോട് പറയാനുള്ളൂ. എനിവേസ്, മഴവിൽ കേരളയിലെ എല്ലാ പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ് ആൻഡ് വിഷ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ.